ഈ പത്തനംതിട്ട തിരുവല്ലയില് സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണമുണ്ട്. സ്പായിൽ നിന്നും പോലീസുകാർ പണം കൈപ്പറ്റാറുണ്ട് എന്ന ആരോപണത്തിലാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം പ്രഖ്യാപിച്ചത്. പോലീസുകാർ സ്പായിൽ നിന്നും മാസപ്പടിയായി പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് പ്രത്യേക സംഘം അന്വേഷിക്കും. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീരാജെ, ഈ അടിമുടി ദുരൂഹമായൊരു കേസാണ് ഇതിപ്പോ. ഇപ്പൊ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഒരു പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട്, അവിശുദ്ധ ബന്ധമുണ്ട് എന്നൊരു സംശയമാണോ ആഭ്യന്തര അന്വേഷണത്തിന് കാരണം? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില സ്പാകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം മാസപ്പടി വാങ്ങുന്നതായിട്ടുള്ള ചില വിവരങ്ങളും ആക്ഷേപങ്ങളും തിരുവല്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സ്പാകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അവിടേക്ക് പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പണം കൈപ്പറ്റുകയും സ്ഥിരമായി ഈ സ്പാ നടത്തുന്ന ആളുകൾ ഈ പോലീസുകാർക്ക് പണം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള ആക്ഷേപം മുൻപ് തന്നെയുണ്ട്. അതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ ഗുണ്ടാ സംഘങ്ങൾ അവിടെ കയറി പണം ആവശ്യപ്പെടുകയും പെൺകുട്ടിയെ ജീവനക്കാരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റുന്നതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പൊതുപ്രവർത്തകരടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ ഒരു അന്വേഷണം, ആഭ്യന്തര അന്വേഷണം, ഇത്തരത്തിൽ ആരോപണം ഉയരുന്ന, ആക്ഷേപം ഉയരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്നുണ്ടോ, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ, സ്ഥിരമായി ഈ സ്പായിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. സ്ഥിരമായി ഇത്തരത്തിൽ ഈ സ്പാകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി തന്നെ വിശദമായ അന്വേഷണം പോലീസിൽ ഉള്ളിലും അതുപോലെ തന്നെ സ്പാ കേന്ദ്രീകരിച്ചും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി 4 പ്രതികളെ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കുറച്ചും കൂടി കാര്യമായിട്ട് വരാം.